പോവാ. മുകളിൽ കിടക്കണ സൈഡ് രാവിലെ എണീക്കും വൈകുന്നേരം താഴ്ത്തിറക്കണാണോ സേറെ എന്റെ അടുത്ത് നടക്കണം ഇച്ചാൻ എവിടെയോ കിടക്കണാണോ ടാഗൊക്കെ കിട്ടിയല്ല മഴ വന്നെങ്കിൽ നല്ല ഞാൻ ആ കുട്ടികളുടെ ലെവലിലേക്കാണ് ഇറങ്ങിച്ചത്. എനിക്ക് നന്നായിട്ട് വരക്കാൻ അറിയാവുന്നില്ല. രണ്ട് വാക്കിനെനിക്ക് പലതും പറയാത്ത പ്രസവിക്ക് എത്ര പണി ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്കൂൾ ബോയ് ഉറങ്ങി. ഇത് ഉറങ്ങിയിട്ടില്ല കൈസ്, ഇത് ഉറങ്ങാനാണ് പണി. നമ്മൾ ഇന്നിപ്പോ വന്നേക്കണത് പള്ളിയിലാണ്. ഇന്ന് പള്ളി വന്നേക്കണത് വല്ലാർപാടത്താണ്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ വല്ലാർപാടത്താണ് എല്ലാം തുടക്കം. തുടക്കം എന്താ വെച്ചിട്ടുണ്ടെങ്കില് സൈക്കോട്ട് നാളെ തൊട്ട് സ്കൂളിൽ പോവാണ്. ഇത്ര നാളെ അംഗൻവാടി ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അംഗനവാടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇങ്ങനെ ബ്ലസ് ചെയ്ത് അച്ഛൻ്റെ ബ്ലസ്സിംഗ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പൊ നാളെ ഇപ്പൊ മൺഡേ ആണ്, ഓൾറെഡി ഏർലി പോവുകയും ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും പള്ളിയിൽ പോകണത് പോസിബിൾ ആയിരിക്കില്ല ഈ 3 എണ്ണം കൂടെ ഉള്ളതുകൊണ്ട്. സോ ഇന്ന് നമ്മൾ പള്ളിയിൽ വന്ന് സൈക്കോട്ടിന് ബ്ലസ്സിംഗ് ഒക്കെ കൊടുത്തിട്ട് നാളെ സ്കൂളിൽ സ്റ്റാർട്ടിങ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നാണ്. പോസിറ്റീവ് പ്രസൻസോടെയാണ് നമ്മൾ എന്തും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാകും, അതായത് എല്ലാത്തിലും ഇവ നമ്മളൊരു ചീത്തത് ഒരു നെഗറ്റീവ് സംഭവം വന്നാലും അവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടാകും. സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം ദൈവത്തിനോട് എന്ത് ചോദിക്കണം, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കണം. അതിന് വേണ്ടിട്ട് ഡ്രസ് ഇടാൻ പറഞ്ഞിട്ട് അവളെന്നോട് പറഞ്ഞേ മിണ്ടാതിരിക്കാൻ അല്ലേന്ന്. എനിക്ക് അടിച്ചാണ് നിനക്ക് അടിച്ചു വരാൻ പിന്നെ ഒരിക്കലും വീട്ടിൽ പോലും അടിച്ചു വരാത്തവളാണ്. ആക്ച്വലി നമ്മുടെ വല്ലാർപാടത്തെ ഒരു നേർച്ചയാണ് ഇങ്ങനെ അടിച്ചു വരണത്. സോ എപ്പോഴും ഞാനാ ചെയ്യാറ്. ഇന്ന് ഞാൻ ഇച്ചാനടുത്ത് ചെയ്യാൻ പറഞ്ഞു. ചാടിമ്മ അടിക്കണേന്ന് നൈസായിട്ട് സ്കൂട്ടായിരുന്നു. ഞാൻ നല്ലതാണ്, നീ ആദ്യം നന്നാവാൻ പാടിക്ക്. അപ്പൊ നമ്മള് ഇറങ്ങിയപ്പോ മഴ കൊടയും പിടിച്ച് കാറിലേക്ക് പോണാണ്. അപ്പൊ നമ്മള് ഇന്നലെ പള്ളിയിലൊക്കെ പോയി ബ്ലസ്സിംഗ് ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയിട്ട് നമുക്ക് 8-ന്റെ ഒരു പണിയായിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രേമിച്ച് അടക്കുമ്പോഴത്തേക്കും പോയിക്കൊണ്ടെന്ന് വെച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളെ ചോറ്റാനിക്കരയും കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോ വെച്ചിട്ടുണ്ടാവും. ആ ഒരു കട പ്രതീക്ഷിച്ചാ പോയത്, പക്ഷെ അത് പൂട്ടിപ്പോയി. എന്നിട്ട് വേറൊരു കൊക്കരക്കോന്നൊരു കടയിൽ കയറിയിട്ട് വളരെ ബാഡായിട്ടുള്ളൊരു ഫുഡ് കഴിച്ചു. എനിക്ക് വേറൊന്നും പിടിച്ചില്ല, ഒരു സീനായിരുന്നു. പക്ഷെ ഞാനെനിക്ക് കുഴപ്പമില്ല. അപ്പം ഇന്നിപ്പം ഫുഡ് കൊടുക്കുന്നത് മണി 7 നാളെ ഈ സമയത്ത് സൈക്കോട്ടും പോയിട്ടുണ്ടാവണം. കാരണം 8:15 റിപ്പോർട്ടാണ്. സേറമോള് നിന്ന് എല്ലാവരും നേരത്തെ എഴുന്നിട്ടുണ്ട്. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഉറങ്ങിയില്ല, അത് കൊടുത്തം കേട്ടോ. അമ്മയത്തി കേൾക്കണോ സയാൻ? ഗുഡ് മോർണിംഗ്. ജോ ഹൗസ് സ്റ്റാർട്ട് എങ്ങനെയുണ്ട്? ജോ ഇറങ്ങിയിട്ടില്ല ഗൈസ്. പിന്നെ ബേബിക്കുള്ള കഞ്ഞങ്കായ അത് ഉണ്ടാക്കി
അപ്പോൾ അത് കുറച്ച് കട്ടിയായി പോയി. അപ്പോൾ അതുകൊണ്ട് ജോ ചൂടുവെള്ളം ഒഴിച്ച് സെറ്റ് ആക്കണേണ്. കട്ടിയായി പോയാൽ തിളപ്പിച്ചാറിയ വെള്ളം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി സെറ്റാക്കാം. കട്ടിയായി പോയി നമ്മൾ കൊടുക്കാതിരിക്കുന്നത്. നല്ല തിരക്കെന്നല്ല, ഞങ്ങൾ കുറച്ച് ഇമോഷണലി ഇങ്ങനെ സ്കൂളിൽ പോകണമെന്നൊക്കെയുള്ള സീനായപ്പോൾ വ്ളോഗൊക്കെ എടുക്കാൻ പക്കാൻ മറന്നുപോയി ഗൈസ്. എന്നാലും കുറച്ച് പോർഷൻസ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾ എത്ര മണിക്കാണ് വന്ന 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് അവനെയും കൊണ്ട് തന്നെ വന്നു. ഇന്ന് പ്രവേശന ഉത്സവമാണ്. ഇന്ന് പ്രവേശന ഉത്സവമാണ് പ്രോഗ്രാമിന്റെ ആക്ച്വലി. അപ്പൊ ഇന്ന് ക്ലാസ്സില്ല, ജസ്റ്റ് ക്ലാസ്സൊക്കെ കാണിച്ച് ടീച്ചറിനെ കണ്ട് ടീച്ചർ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൽ പരിപാടിക്ക് കണ്ട് നമ്മള് പാരന്റ്സിനെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മള് വീട്ടിലേക്ക് പോന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ഞാൻ ഭയങ്കര കമ്പാരിസൺ തോന്നി. കാരണം ഞങ്ങൾ പഠിച്ച കാലത്ത് എങ്ങനെയായിരുന്നു അല്ലേ ചാ? അപ്പൊ ഈ ഒരു ജനറേഷനിൽ പിള്ളേർ എങ്ങനെയാണ് അത്. പക്ഷെ ഞങ്ങളെയൊക്കെ സമയത്തൊക്കെ എല്ലാ പിള്ളേരും കരച്ചിലുമ്പകൾ വരുന്നത്. ഇന്നത്തെ ജനറേഷനിലൊരു ചേഞ്ച് ഫീൽ ചെയ്തത് ദേ ആർ വെരി ആക്റ്റീവ്. ഒരു പുതിയ സ്ഥലത്തോട്ട് വന്നിട്ടും അവർ മിങ്കിളിങ് ആകെ 1-2 പിള്ളേർക്ക് കരച്ചിൽ കണ്ടുള്ളൂ. സോ അത് ഈ ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തോന്നിയ കാര്യം കേട്ടോ. സൈവിൻ്റെ കാര്യം മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ അത്യാവശ്യം പിള്ളേരൊന്നും കരയണമൊന്നും കണ്ടില്ല. കരച്ചിലൊരു ഒരു പാർട്ടി ആയിരുന്നില്ല ഇന്നത്തെ ഒരു ഇതില്. നാളെ കാണാം കേട്ടോ ഇത് കംപ്ലീറ്റ് പാരന്റ്സ് ഉണ്ടായതുകൊണ്ടാവാം. നാളെയാണ് അവൻ ഫുൾ ഡേ ഇരിക്കാൻ പോണത്. ഇപ്പൊ പറയണത് അപ്പൊ പോയിക്കോ ഞാൻ വണ്ടി വേണമെങ്കിൽ പോയിക്കോളാം എന്നൊക്കെ വരെ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോ പക്ഷെ സൈ ഒരിക്കലും ഇമോഷണലി ഞങ്ങൾ പിടിച്ചു നിർത്താറില്ല ഒരു സ്ഥലത്ത്. അവനാകെ ഞങ്ങൾ ഡേ കെയറിൽ ഒരു വട്ടം പോയി മാത്രമേ കരഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ചോദിച്ചാൽ. അല്ലാണ്ട് ഇമോഷണലി അവന്റെ ഫീലിങ്സ് ബാക്കിയുള്ളവരും കൂടെ സങ്കടപ്പെടുത്താൻ അവൻ നോക്കാറില്ല. നാളെ എന്താണെന്ന് അതും കാണാം. സോ നാളെ സൈ ക്ലാസ്സിൽ പോവാണ്. നാളെ ഞാനും കൂടെ തന്നെയാണ് കൊണ്ടാക്കുന്നതും വരുന്നതും. ഒരു 2 days കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ പ്രൈവറ്റ് വെഹിക്കിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈവൻ അങ്ങനെയെങ്കിൽ ആരെങ്കിലൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പിള്ളേർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അവർ നോക്കിയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പൊ സോ ഞാൻ പറഞ്ഞത് നിർത്താൻ. അപ്പൊ നാളെ സൈക്കിളിട്ട് പോകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചു. ബോട്ടിൽസ് ഒക്കെ പുതിയത് വാങ്ങിച്ചാണ് എല്ലാം ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് വാഷ് ചെയ്ത് വെച്ചു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സെങ്കമോക്കുള്ള ഡേറ്റ്സ് സ്റ്റോക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ എന്റെ അത് ഡേറ്റ്സ് ഇടാണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനങ്ങൾക്കുണ്ടും ന്യൂ മോംസ് ഫോർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇവൻ പനങ്ങൾക്കുണ്ടും ശർക്കര പൊടിച്ചത് ലൈക്ക് ഇങ്ങനത്തെ ഷുഗേഴ്സ് ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പനങ്ങൾക്കുണ്ടതിലും ഷുഗറിന്റെ കോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം നാച്ചുറൽ ഷുഗേഴ്സ് എന്ന രീതിയിൽ ഡേറ്റ്സ് ഈസ് എ ഫ്രൂട്ട്. സോ ഡേറ്റ്സ് ഈവൻ ഇത് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏതൊരു നട്ട്സ് ആണെങ്കിലും ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒരു 3 days ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഓക്കെ ആണോ ബേബിക്ക് കൊടുത്തത്. ഓക്കെ ആണെങ്കിൽ മാത്രം കംഫർട്ടാണ് ബേബിക്ക് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അവർക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മോശം നോക്കിയാൽ അറിയാം. ഈവൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ വരില്ലേ പിള്ളേർക്ക്, കണ്ണൊക്കെ ചുമക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 3 days കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ല ഡേറ്റ്സ്. അങ്ങനെയാണ് ഞങ്ങൾ നാച്ചുറൽ സ്വീറ്റുന്ന രീതിയിൽ ഡേറ്റ്സ് സ്റ്റോക്ക് ചെയ്തിട്ട് അതിന് തൊലി പൊളിച്ച് കളയും. മോർണിംഗ് ആകുമ്പോൾ തൊലി എല്ലാം ഈസി ആയിട്ട് റിമൂവ് ആവും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ വെക്കുവാണെങ്കിൽ. എന്നിട്ട് നമ്മളത് നല്ലപോലെ ഞെരടി ഈവൻ ഇങ്ങനെ ഈ സാധനത്തിൽ ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് പതുക്കെ വെള്ളത്തിൽ അരിച്ചെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അതെല്ലാം പൊടിയൊക്കെ താഴ്ത്തിട്ട് ഫൈബേഴ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് ഇപ്പൊ ഏത് കുറുക്കാണോ, ഇപ്പൊ നിങ്ങൾ കണ്ണങ്കായ കുറുക്കാണെങ്കിലും രാഗി കുറുക്കാണെങ്കിലും എന്താണെങ്കിലും അതിൽ കുറുക്കി കൊടുക്കുവാണെങ്കിൽ സ്വീറ്റും ആകും, ബേബിക്ക് ഹാൻഡ്ഫുള്ളും അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡേയ്സ്. പക്ഷെ ഞാൻ ഈ ഒരു ബേബിക്കാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ആദ്യത്തെ 2 പേർക്ക് പനങ്ങൾ കൊണ്ട് കൊടുത്തത്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ഷേക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ 3 months ആയിട്ട് കഴിക്കണ കുറച്ച് വിത്തുകളാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളത് നെഗറ്റീവായിട്ട് കാണരുത് ഗൈസ്. വെരി ഹെൽപ്ഫുൾ ആണ്. കാരണം ഞാൻ ഇത്ര ഫീഡ് ചെയ്തിട്ട് എൻ്റെ ആദ്യത്തെ 2 ഫീഡിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ക്രാവിങ്സ് കുറവാണ്, വിശപ്പ് കുറവാണ് അല്ലേ. വിശപ്പ് കുറവാണ്. ഇപ്പൊ നമ്മൾ ഒത്തിരി കഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഒത്തിരി കഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വളരെ കുറച്ച് കഴിക്കുള്ളൂ. അതൊക്കെ എനിക്ക് ഈ ഒരു ഷേക്കിന്റെ ഒരു ഗുഡ് ആയിട്ടാണ് തോന്നിയേക്കണത് കേട്ടോ. ഇപ്പൊ എന്നാ ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുള്ളൊരു ഇഷ്യൂ ഇല്ല, നല്ല പോലെ ബ്രസ്റ്റ് മിൽക്കും ഉണ്ട്. അവൾ ഇപ്പോഴും നല്ലോണം ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോ ഫീഡ് ചെയ്യാത്ത അമ്മ ഈവൻ ന്യൂ മോംസ് ആണെങ്കിൽ ഫീഡിങ് പാല് കുറവാണ്. അവള് നോക്കിച്ചിരിക്കണം ഗൈസ്. ഞങ്ങൾ നോക്കിയപ്പോൾ അവള് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ സോ ഗൈസ്
പാലൊക്കെ ഇല്ലാത്ത അമ്മമാരാണെങ്കിൽ ഇങ്ങനെ ഒരു സ്മൂത്തി ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണമെന്നില്ല. ഇവൻ നിങ്ങൾക്ക് ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ ഒരു വിശപ്പ് വരുമ്പോൾ ഈ ഒരു സ്മൂത്തി കഴിക്കുക. ഇവൻ ഈവനിങ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഇവൻ ഒരുപാട് ക്രാവിങ്സ് ഉള്ളതുകൊണ്ട് ഓയിലി ഫുഡ്സ് കഴിക്കണമെങ്കിൽ ഈ ഒരു ഷേക്കൊക്കെ ഈ ഒരു സ്മൂത്തി ഷേക്ക് അല്ല ആക്ച്വലി ഈ സ്മൂത്തി കഴിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ബിക്കോസ് പ്രോട്ടീൻസ് ഒക്കെ ഒത്തിരി കുറവായിരിക്കും. ഈ സമയത്ത് നമുക്ക് എല്ലാ സാധനവും വേണം. അത്യാവശ്യം ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്, കുടിക്കാൻ നല്ലതാണ്. എനിക്ക് നല്ല 3 months ആയിട്ടുള്ള എൻ്റെ റിസൾട്ട് മീൻസ് നല്ല ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബെനിഫിറ്റ് കുറച്ച് അതിന്റെ റെസിപ്പി ഒന്നുമില്ല. ഇത് എന്തൊക്കെയാണ് അതിന് ഇൻക്ലൂഡ് ചെയ്യുന്ന സീഡ്സ് എന്ന് പറയണമെങ്കിൽ കമന്റ് ബിലോ വിൽ ഷെയർ ടു എവരിവൺ. ഫോർ എ മെമ്മറി ആസ് എ പാരന്റ് ഞങ്ങൾ വിചാരിച്ചു അവൻ്റെ ഒരു ഫുൾ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ദെയർ സ്കൂൾ അവൻ്റെ ഒരു സ്കൂൾ മെമ്മറി രീതിയിൽ നമ്മൾ ഇന്നലെ ബ്ലസ്സിങ് ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി. ഇന്ന് പ്രവേശനോത്സവം നമ്മൾ പാരന്റ് എല്ലാവരുമായിട്ട് പോയി. ആൻഡ് ഓൾസോ ടുമോറോ അവനെ സ്കൂളിൽ അവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ റിട്ടേൺ വരുമ്പോൾ അവളുടെ ഈവൻ പിക്ക് ചെയ്യുന്ന വരെയുള്ള അവൻ്റെ ഇമോഷൻസ് ഞങ്ങൾക്ക് ഫുൾ മെമ്മറി ആയിട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അതിന് വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഗുഡ് നൈറ്റ്. ക്ഷീണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ചെറുത് ഉറക്കിയത് 2 മണിക്ക്. ഇതിപ്പോ എഴുന്നേറ്റേക്കുന്നത് 6:15 കഴിഞ്ഞ 2 ദിവസം കിട്ടും. ഇപ്പൊ ജോ സൈക്കോട്ടിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ചോറിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യില്ലടാ ഇങ്ങനെ വെട്ടി കൊടുക്കണം. ഫ്രൈ തിന്നില്ല ചോറിൻ്റെ കൂടെ. അപ്പൊ അതാണ് ഗൈസ് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു എഗ്ഗും ഇട്ടിട്ടുണ്ട്. ചോറിന്റെ കാണിട്ടുണ്ട് ഗൈസ്. എന്നിട്ടില്ല ഗൈസ് നമ്മളെ കുഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ്റെ കണ്ണു വലുന്ന് പറയണേട്ടോ ഗൈസ്. പിടിക്കാതിരിക്കാൻ തരോ എന്ത് തരോ പോവാ. ഒരു ബലം പിടിച്ചടങ്ങണല്ലേ ഗൈസ്. അതാണ് സ്കൂളിലെത്തി. സൈക്കുട്ടൻ ഓക്കെയാണ്, ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. അതിനങ്ങനെ ഇറങ്ങി നടക്കും. എന്തോ ഫീൽ ഗുഡ്. മെമ്മറീസ് ഇങ്ങനെ റിന്യൂഡാണ്. അങ്ങനാക്കിയതിന്റെ സങ്കടമാണോ ജോന്? നിനക്ക് സങ്കടം ഉണ്ടാവില്ല, എനിക്കറിയാം. എന്തിനാ സങ്കടം? അവനെ കണ്ടുകൂടിയില്ല, അവനെ ഒറ്റടിക്കാണ് പോയി അല്ലേ? നിർമ്മലേ ജോന് സങ്കടത്തിന്റെ ദേഷ്യം ഉണ്ടോ കൈ? അവനോക്കിയിരിക്കും. ആ ബാഗ് വലിച്ചിട്ടില്ല. ആ നീ അത് അങ്ങനത്തെ എടുത്തിട്ട് സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഇന്ത്യയിൽ കൂടെ എങ്കിലും കാണാൻ പറ്റൂല, ഇത് അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ 2 പേര് വരുന്നു, വേഗം പോകുന്നു. ഇങ്ങനെ നോക്കിയിട്ട് വരാൻ തിരിഞ്ഞിട്ടില്ല. ഇന്നൊരു ദിവസം ദേഷ്യം റൈഡ് വിളിക്കാൻ വരുമോ? കാറിന് വരാം, സേറയെ കൊണ്ടുവരാം. ഇവിടെ 2 പിള്ളേർ. അടുത്തത് ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇതിപ്പോ
സെക്കൻഡ് തേർഡ് ട്രിപ്പ്. അപ്പൊ ഒരാളിവിടെ ചപ്പാത്തി തന്നെയാണ്, ഒരാളിവിടെ ഫസ്റ്റ് ഡേ തൊത്ത, ഫസ്റ്റ് ഡേ മുട്ട, ഒരു ഫുൾ മുട്ടയല്ല, അയ്യോ മാത്രം അതിന്റെ തീറ്റായിട്ടാ അറിയാം. ഇവിടെ ജോ റോബോട്ടായിട്ട് അടക്കണേണ്. ജോ ജോ എങ്ങനെയുണ്ട്? ഒരു ബിസി രാവിലെ കൈ പിടിക്കടി, ഞാൻ അടച്ചോളാം, പോയിക്കോ. സേറമോള അങ്ങമ്മ അപ്പൊ ജോ ഇന്ന് സാധാരണ ഞാൻ വണ്ടി കൊണ്ടായിരുന്നു, മഴയുള്ളതുകൊണ്ട് ജോ കൊണ്ട് ആക്കണേണ്. പോരാത്തന്റെ ചേറക്ക് കോടയൊക്കെ പിടിക്കുന്നില്ല. പോരാത്തന് ചേറക്ക് പുതിയ കോട മേടിച്ചതിന് അതിന്റെ സന്തോഷം കൂടെയാണ്. ജോ വരുന്നുണ്ട്, ഡെഡായിട്ടാ വരുന്നത്. കാണിച്ചരാ, കണ്ടോ ഗൈസ്, ഫേസ് കണ്ട. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ഒരു കൊച്ചിനെ കൊണ്ടാക്കി ഷൂട്ടിങ്ങനെ കൂളായിട്ട് വന്നത്. പക്ഷെ ഉള്ളിലെല്ലാം ഉണ്ട്. ഞാനിവിടെ കാണാൻ വേണ്ടി ഇവിടെ കാണാൻ അടച്ചോട്ടോ. ഇവിടെ കാണാൻ ഞാൻ ഈ സൈഡിലോട്ട് പോകും. ഇവിടെ അങ്ങനെ ഫ്രണ്ടിൽ നടക്കൂല. ഇവിടെ എന്റെ പുറകിൽ ഇങ്ങനെ നടക്കണോട്ട് കൂടെ അതൊരു പാട്ട് പാട്ടും പാടി ഇങ്ങനെ ഇങ്ങനെ നടക്കണുണ്ട്. അതായത് 1 കിലോമീറ്റർ പോകുന്നത് 2 കിലോമീറ്റർ ആണ് നമ്മൾ നടക്കുന്നത്. അത് അവിടെ എത്തിയല്ല, അത്ര നേരം ചിരിച്ച് കളിച്ച് പോണായിരുന്നല്ല. പെട്ടെന്ന് അങ്കമാടി എത്തിയത്, അങ്കമാടി അറിഞ്ഞില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞാനാണല്ലോ ഇന്ന് വന്നേക്കണം. ഇതൊക്കെ ഊരി അമ്മ അമ്മ കൊട കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ 2 മിനിറ്റ് നിന്ന് വെച്ച് മനസ്സിലെ മുഖം ഫേസ് മാറാൻ തുടങ്ങിയത്. ഞാൻ പോയിട്ട് കാറിൽ വരാട്ടാ, സൈല നമുക്ക് ഒരുമിച്ച് വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ ചിരിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ നിന്നെ വിളിച്ചടി. ഞാൻ ഇങ്ങനെ ഞാൻ കാരണം അവളെ ഒറ്റ എത്തിയാണ്. അമ്മ ഓൺ സിക്ക്. എന്താ വെച്ചോ വയ്യേ, വയ്യാണ്ട് ആവിയൊക്കെ പിടിക്കണ കുട്ടി. ബാ ഇപ്പൊ നോക്കിക്കോളെ. കം ആട്ടിത്തുപ്പണല്ലേ മനസ്സിലായിപ്പ പോയിന്ന് മൂക്ക് ചീറ്റിക്കണ മത്സ്യേറ്റാണ്ട്. അപ്പൊ എവിടെ ചീറ്റി സുന്നമ്മ സുന്നമ്മ എന്താണ് സങ്കടം ഉണ്ടാ മോൻ പോയിട്ട്? ഓക്കെയാ ദൂരെയാണ് അവൻ തേവരയില്. ജോൻ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ഉണക്കി ഉടുത്തൊരുങ്ങി പോകാറുണ്ടാ? ഞാൻ പോണ്ടാന്നല്ലേ ഫ്രണ്ടിന്റെ കല്യാണത്തിന് നിശ്ചയത്തിന്. എടി ഈ ഷർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഈ മുടി എങ്ങനെയുണ്ട്? ജെല്ലിടണോ? അതിങ്ങനെ അലക്കിയിട്ടാണ് പോണത്. പിന്നെ നിന്നെ കെട്ടി എന്തിനാ? എന്നെ കാത്ത് പരീക്ഷിക്കാൻ. ഞാൻ നേരം വെട്ടിയെടുത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒറ്റക്ക് നേരം വെട്ടുന്നത്. കാരണം സ്ഥിരം ഞാനാ വെട്ടി കൊടുക്കുന്നത്. ജനിച്ചപ്പോ തൊട്ട് നിർമ്മല വെട്ടുന്നത് വെച്ചാ സൗണ്ട് തന്നെയില്ല. അയ്യോടാ ഗൈസ്, അപ്പൊ നമ്മള് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയാമോ? സമയം ഇപ്പൊ എത്രയായി? 2 മണിയാകാറായി.
ഇന്നും കൂടെ ഞങ്ങൾ വിളിക്കണോട്. നാളെ തൊട്ട് നമ്മൾ ട്രാവൽ തന്നെയാണ്. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവനെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ സെറമോളെ പിക്ക് ചെയ്തിട്ട് സൈക്കിളിനെ വിളിച്ചിട്ട് നമ്മൾ രാവിലെയും കൂടെ തിരിച്ച് കടിയിൽ മേടിച്ചിട്ട് തിരിച്ച് പോവാ മോളെ. ഗൈസ് അപ്പം സേറമോൾ ഇങ്ങനെ എടുത്തേക്കണം എന്താണെന്നറിയോ? ഇപ്പോൾ ഇറങ്ങി വന്നെ കഴുതാ സേറമോളുടെ ചെരുപ്പ് അങ്കമാടിന്ന് എടുത്തില്ല. ഇവളെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് ഇവളെ ഉറക്കം വരുന്നു. അതുകൊണ്ട് പറഞ്ഞ അത് കണ്ട് എടുക്കണ സീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സൈക്കിളിൻ്റെ ഇവിടെ എത്തി. ഇവളെയും കൊണ്ട് പോണേന്ന് സൈക്കിളിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് വാക്ക് പലതും പറയാത്ത പ്രസവിക്ക് എത്ര പണി ഉണ്ടായിരുന്നില്ല ഗൈസ്. വളർത്തി ഇത്ര എടുക്കാനാണ് നമുക്ക് പണി. ഇവക്ക് എപ്പോഴും ഇങ്ങനെയാണ്. എവിടെ നല്ല പരിപാടി അവതരിപ്പിച്ചാലും അവർക്ക് ഇങ്ങനെ പോണം. ശരിക്കാണോ? അർജന്റാണോ? ചേട്ടന്റെ സ്കൂളിൽ വന്നിട്ട് സേറമോള് ഊനാലാണ്ടാ ഇഷ്ടായ? ഉറങ്ങാത്ത പെങ്കുച്ചാണത്. മോളെ അടുത്തുണ്ടോ? അപ്പുറത്ത് ബാ ബാടി ബാ. അമ്മയത്തെ അവളെ നമ്മള് പിള്ളേരെയൊക്കെ അല്ല ഞങ്ങളെയൊക്കെ വീട്ടില് വിളിക്കാൻ വരുമ്പോ റോഡിൽ വെച്ചത്. ഇതിപ്പോ നമ്മക്ക് പാരന്റ്സിനൊക്കെ നിക്കാൻ വേണ്ടി നാല് കേട്ടാ. മഴ വന്നെങ്കിൽ നല്ലത്. സൈക്കിൾ ഇഷ്ടായ? സൈക്കിളിന് ഓക്കെയാണ് ഗൈസ്. സൈക്കിളിന് ടാഗൊക്കെ കിട്ടിയില്ല. അങ്കമാടിന്ന് വന്ന പോലെ എന്താ ആ ഒരു പറയില്ല വന്നത്. ഞങ്ങള് ഭയങ്കര വികാരരായി സങ്കടം വരെ ഇമോഷണലി ഞങ്ങളെല്ലാവരും കൂടെ വിളിക്കാനൊക്കെ വന്നതാണ്. അറ്റ്മോസ്ഫിയർ വീട്ടിൽ പോവാന്ന് പറയണത്. ഒരു ഫോട്ടോ എടുത്തടാ. ഇഷ്ടായ? സൈക്കുട്ടനൊരു ഷൂ ചെരുപ്പ് പിടിക്കാനായിട്ട് വന്നതാണ് ഗൈസ്. സൈക്കുട്ടൻ മേടിച്ചാ? നമ്മള് സൈക്കുട്ടനെ വന്ന് സൈക്കുട്ടൻ ഇന്ന് കുറച്ച് സ്ലീപ്പിയാണ് അല്ലേ? സൈക്കിൾ ഉറക്കം വേണ്ടടാ. അപ്പൊ അതുകൊണ്ട് അമ്മ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അമ്മ സോ ടയേർഡ് ബട്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അമ്മ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉറങ്ങണം. അപ്പൊ അവൻ രാവിലെ എഴുന്നേറ്റിട്ടൊക്കെ ക്ഷീണമുണ്ട്. അപ്പൊ 7 മണിയാകുമ്പോ ഭക്ഷണം കൊടുത്ത് 7 ആകുമ്പോ അങ്ങനെ ഉറങ്ങും. അപ്പൊ ഇപ്പൊ വരച്ച ഫ്ലവർ ആണ് എനിക്ക് ഇഷ്ടം കേട്ടാ. എനിക്ക് ഇഷ്ടമെങ്കിൽ കമന്റ് ബിലോ അല്ലേ ജോ? നല്ല പരിപാടി. ഞാൻ ആ കുട്ടികളുടെ ലെവലിലേക്കാണ് ഇറങ്ങിച്ചത്. എനിക്ക് നന്നായിട്ട് വരക്കാൻ അറിയാവളന്നിട്ടില്ല. എന്തൊക്കെയുണ്ട് പറ. വെയിലല്ലടി ഇത്, രാത്രി അമ്പിളിയമ്മ കഴിച്ചത്. അമ്പിളിയമ്മ കഴിച്ചത് മനസ്സിലാക്കി. അമ്പിളിയമ്മ നോക്ക് കണ്ടാ. അത്യുജ്വലമായ പെർഫോമൻസോടെ ജോ മുന്നേറുകയാണ് ഗൈസ്. ഫുട്ബോളിന്റെ ആവേശത്തിൽ ജോ കുട്ടികളുടെ സ്കൂൾ ലൈഫ് ആഘോഷിക്കുന്നു അല്ലേ? സ്കൂൾ ലൈഫ് സേറൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തോന്നുന്നില്ല സേറിനെയും പറഞ്ഞു വിടുന്നത്. ഇപ്പഴല്ലേ നേരത്തെ സൈ ഉള്ളത് കൊണ്ട് സേറ പോണെന്ന് അറിയണ്ടായില്ലേ. ഇപ്പൊ സൈ വേറെ എടുത്ത് പോണ സേറയും പോണുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രാത്രി മീനും ചോറും കൂട്ടി പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ പോനെയാണ്. അതോടെ എല്ലാം ഇന്ന് ഉറങ്ങും എന്നാ പ്രതീക്ഷ. നമ്മുടെ പിള്ളേരായതുകൊണ്ട്
ചോറ് കഴിച്ചാൽ ചില ഭയങ്കര എനർജി എനിക്ക് തോന്നുന്നു. അതോടെ നമ്മുടെ കാറ്റ് പോകും. ആ ഇവന് രാത്രിത്തെ സ്ഥിരം നാടകം. ഞാൻ എവിടെ കിടക്കും, അവനവൻ എവിടെ കിടക്കണെന്ന് ആർക്കും ഇപ്പോഴും ഒരു നിശ്ചയില്ല. ചിലപ്പോ സൈ മുകളിൽ കിടക്കണ മുകളിൽ മീൻസ് ഞങ്ങൾ 2 കട്ടിലാണ് ഉദ്ദേശിക്കണം. മുകളിൽ കിടക്കണ സൈ രാവിലെ എണീക്കും വൈകുന്നേരം താഴത്ത് കിടക്കണാണോ, വേറെ എൻ്റെ അടുത്ത് നടക്കണോ, ഇച്ചാൻ എവിടെയോ കിടക്കണാണോ. ഡിന്നർ കഴിക്കണേണ്. മണി 8 മണിയായ 8 കാലമായിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ബോയ് ഉറങ്ങി. ഇത് ഉറങ്ങിയിട്ടില്ല കൈസ്, ഇത് ഉറങ്ങാനാണ് പണി. വന്നെന്താ ഈ ചപ്പാത്തി വേണോ? യെസ്, ജോ ഡെഡാണ്. ജോ ടയേർഡായിട്ടുണ്ട്. ചപ്പാത്തി തിന്ന രാവിലെ സൈക്കിളിനെ ഉറങ്ങി ഗൈസ്. ഇല്ലാതെ ഇവള് വെച്ച് കൊടുത്തത് നേരത്തെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ടാറ്റ പറയോ? അപ്പോൾ ജോയിൻ ജലദോഷമാണ്. ജലദോഷമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ. ടാറ്റ പറയോ? സി യു ടാറ്റ. ചേട്ടക്കൊരു മുടക്കടി പോയിട്ട് ഫ്ലൈങ് കിസ് കൊടുത്ത് പേടിയാണ്. ഫ്ലൈങ് കിസ് കൊടുക്കോ?